ഹലോ, ഇഞ്ചി വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടി നമുക്കൊന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി ഇതാ മസാലപ്പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ജീരകം അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. വെള്ളം പരമാവധി കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് ഇത് ഒരൊറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതും കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെക്കുക. വിസിൽ വെക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി 2 വിസിലിന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടറിയില്ല, അത്യാവശ്യം നല്ല ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.